പിടിക്കപ്പെട്ടു. അന്ന് തൊട്ടാ നിങ്ങളുടെ വിളി മുടങ്ങിയത്. ഏത് ഫോട്ടോയായിരുന്നു അത്? തലേ ഫോൺ വെച്ചിട്ട് അലക്ക് എണ്ണ ഏതാണ്ട് തീരാറായി. ലാസ്റ്റ് ദിവസം നമ്മൾ പൊടിയെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് തേച്ച് വേണം കുളിക്കാൻ. ഈ കേൾക്കാനത് ശാമാനൊക്കെ വല്ല ഷുഗറും വരുമോ? അമ്മ കറപ്പിട്ടോണ്ട് വന്ന അമ്മ മലയാളം ഇതുവരെ ഇറങ്ങി വന്നിട്ട് ആ ചുരിദാറിട്ട് പോമേ എന്തിനു മേടിച്ചതാണ് അവിടെ ജയചാച്ചൻ്റെ അടുത്ത് അങ്ങനെ ചുരിദാർ ഇട്ടോണ്ടിരുന്ന വേറെ ആരുടെ അടുത്ത് പോയാലും കുഴപ്പമില്ല. തീർന്നു. അങ്ങനെയൊന്നും പഠിപ്പിക്കണ്ട. പിന്നെ ഞാൻ എടുത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. സംഭവം ഇത് കാണുന്നുണ്ടോ? അപ്പോഴേ കണ്ടില്ലടി അവള് അപ്പോഴേ ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നതിനെ പറ്റി കണ്ടില്ല. അപ്പക്ക് രണ്ട് ബർത്ത്ഡേ അപ്പൊ കൊണ്ടിച്ചിട്ട് എവിടെ പോവാന്ന്? അപ്പൊ എടുക്കണ്ട, എടുക്കാതെ എവിടെ പോകുന്ന? ഞാനെങ്കിലും പോകുന്നില്ല. ശ്യാമളമ്മ പോകുന്നു. ഒരു പീസ് എന്റെ അപ്പനും കൊടുത്തേക്കണം. ഒരപ്പനും കൊടുക്കത്തില്ല. അപ്പനൊക്കെ അവിടെ മേടിച്ചു നോക്കും. നമ്മുടെ കമ്പനിയിൽ നിന്ന് കിട്ടും. നല്ല അടിപൊളി കേക്ക്. അത് ശ്യാമള വരുമ്പോ കൊണ്ടുവരാൻ പറഞ്ഞു. സിയാച്ചേട്ടനാവും. ഇന്നലത്തെ ഒരു വകുപ്പ് കണ്ടിട്ട് വരുമെന്ന് തോന്നില്ല. കേക്ക് തന്നിട്ട് പോയതല്ലേ? കേക്ക് തന്നിട്ട് പോയതാ സിയാച്ചേട്ടൻ. കൊച്ചിനെ ഇവിടെ കൊണ്ട് പത്തി ചുമ്മാ ഇരുത്തി അവളെ ചുമ്മാ ഇരിക്കത്തുള്ളൂ. ബോറടിക്കൊന്നുമില്ല. ഇവിടെ ഉള്ളവർക്കൊന്നും ബോറടിയൊന്നുമില്ല. ഇവര് രണ്ടും കിടന്ന് ഉറങ്ങിയേട്ടാ. അല്ല ഉറക്കമല്ലായിരുന്നു. എന്നറിയാം, ഉറങ്ങുന്നില്ല. സോറി, ഞാൻ ഒന്ന് കണ്ണടച്ചിട്ട് ഇങ്ങനെ അതല്ലേ ഈ അവിടെ നിന്നപ്പോ കാല് കഴിച്ച് പൊട്ടിയിട്ട് എനിക്ക് മാറ്റുമായിരുന്നു. എന്നിട്ട് ഞാൻ അടുത്തോടെ കടന്നു. പക്ഷെ ഞാനങ്ങ് പിന്നെ അത് ഞാൻ ഉറങ്ങുമല്ലായിരുന്നു. അറിഞ്ഞില്ല കേട്ടോ. ഞാൻ കണ്ണെടുത്ത് ഞാൻ മാറ്റിയായിരുന്നു. കണ്ണ മയങ്ങിപ്പോയി. പക്ഷെ ഉറങ്ങിപ്പോയില്ല. പിന്നെ ഉറങ്ങിപ്പോയി. ഇവര് പറയുന്നൊക്കെ കേൾക്കുന്നുണ്ട്. പറയുന്നത് കേൾക്കുന്നുണ്ടോ? എപ്പ എനിക്ക് എവിടെ വെച്ച് പണി കിട്ടണം എന്നുള്ള ഒറ്റൊരു പഞ്ചായത്തിൽ കണ്ടേക്കല്ലേ. സുന്ദരിയായി ഇപ്പൊ. ആ ചുരിദാർ സൂപ്പറായിരുന്നു. അങ്ങനെ നമ്മള് ചുളിവൊക്കെ പോയി നേർന്നല്ലോ. എന്നാ ചുളു പ്രായത്തിന്റെ ചുളു മാറിയല്ലോ. ഇപ്പഴാ എന്റെ ദേവല്ല. അതേ ചോദിച്ചാൽ ഇപ്പൊ ദേവല്ല ഇങ്ങനെ ഇരിക്കുന്നത്. അത് ട്രൈ ചെയ്യണം. നമ്മളെ ഈ ഒരു എനിക്ക് ആ മാലയില്ലേ, ആ മാലയുടെ ആ ചെമ്പില്ലേ, ആ ചെമ്പ് കൊണ്ടിവിടെ എനിക്ക് നല്ലൊരു ചൊറിയുന്നുണ്ടായിരുന്നു. നാരായണി അതും പിടിച്ചോടെ ഇരിക്കും. ഞങ്ങളൊന്ന് തിന്നിട്ടൊക്കെ കാര്യങ്ങൾ സംസാരിക്കാൻ. അവള് മടക്കി വെക്കുന്നു. അവർക്ക് കേക്ക് വേണ്ടേ? കേക്ക് കൊണ്ടിരിപ്പുണ്ട്. പക്ഷെ തുണി മടക്കുക. അലക്കാൻ ഭയങ്കര ധൃതിയായിരുന്നല്ലോ. ബീച്ചിൽ ആരും ഇല്ല ഇവിടെ. ആരാ ടീമെന്നറിയാവോ? നമുക്ക് ശരിയാക്കി വെച്ചില്ലെങ്കിലും എന്നിട്ട് പറമ്പിൽ കൊണ്ട് കളഞ്ഞു. നീ ഇവിടെ കറി വെച്ചെങ്കിലല്ലേ അതിനകത്തിടുകൂടോ? ഇല്ല വല്ലപ്പോഴും ഇറച്ചി മീനെ പിടിക്കണം അതിനകത്തിടും. ഇപ്പൊ കറി വെക്കുന്നില്ല ഇടുവോ? എന്നാ കറി വെക്കും? കപ്പ കണ്ടോ? ഇന്ന് കരിയാപ്പിലിട്ടാണ്ടായിരുന്നോ കപ്പ? കടി പൊട്ടിച്ചപ്പോ മൊത്തം കരിയാപ്പിലല്ലേ? അയ്യോ, അത് കപ്പയല്ലായിരുന്നോ? ഞാൻ വലിയ കരിയാപ്പിലായിരുന്നു. കപ്പ ഇല്ല അതിനകത്ത്. കരിയാപ്പില പിള്ളേർക്ക് എന്നാന്ന് വെച്ചാൽ ഇപ്പൊ ഉണ്ടാക്കി കൊടുത്തു കറി. നിങ്ങൾക്ക് അല്ല കൊച്ചെന്റെ കൊച്ചിപ്പോ വരും ചോറ് എന്നാന്ന് പറഞ്ഞാലും. എവിടെ ഇരിക്കുന്നു പരിപ്പൊന്നുമില്ല. അതിനടുത്തല്ലേ കഴിഞ്ഞ എന്നാ ഞാൻ പരിപ്പ് തക്കാളി പണ്ട് നേരത്തെ വെച്ചല്ലോ. ഇന്നലെ തക്കാളി ഞാൻ പറഞ്ഞൊന്നും പോയിട്ടില്ല.
സാധനം മേടിച്ചോണ്ടോ ബാക്കി ബാക്കി കാണാൻ എനിക്ക് വെച്ച് തരുമ്പോ ഞാൻ അതാണോ വിഷയം പറയുന്നത്? ഉണ്ടാക്കി തരണം, ഞാൻ സാധനം മേടിക്കണം. അല്ലെങ്കിൽ എനിക്ക് ഉണ്ടാക്കി തിന്നാ പോരെ. ഒരാൾക്ക് വേണ്ട ഉണ്ടാക്കി കൊടുക്കുന്ന പിന്നെ അയാളെ പൈസ മേടിച്ചിട്ടുണ്ടോ? പൈസ ഒന്നും മേടിക്കാതെ സാധനം മേടിച്ചോണ്ടോ പയറെടുപ്പുണ്ട്. പൈസ വേണ്ട, സാധനം മതി. എല്ലാം നടക്കും. ഉള്ളി സാമാനം ഇത് ശ്യാമമ്മ പോകുന്നത് നീ കണ്ടോ? ഞാൻ ഏതായാലും പോകും, നമുക്കറിയാം. അപ്പൊ പിന്നെ എന്നെ എടുക്കാനാ മോനെ അമ്മ ഇങ്ങോട്ടാ. ആരുടെ കൂടെ വന്ന് കുഞ്ഞു കിടക്കുന്നേ? ആരോടെ കുഞ്ഞു കിടക്കുന്നേ? പഴൂടാണോ? അപ്പൊ നീ ഒരു ചവിട്ടി ആ ഒരു ഭാഗത്തോട്ടാക്കുമല്ലോ. അപ്പഴ വയറുകൊണ്ട് നീ ആ കുട്ടിയോട് അപ്പോഴാണ് കിടക്കുന്നത്, ഇവിടെ അവിടെ കിടക്കുന്നത്. നീയല്ലേ അത് ഞാൻ പറഞ്ഞ ആ തുണിയും എടുത്തു ചോദിക്കാൻ. ഞാൻ ആ തുണിയും എടുത്തു തരാവേ. അല്ല നിനക്കും വന്നിരുന്നോ? അത് പൊടിപ്പിച്ചോണ്ട് വരത്തില്ലായിരുന്നോ? ഞാൻ ചോറ് മേടിച്ചോണ്ട് പോവാ. എനിക്ക് അവിടെ ചോറുണ്ടോ ഇതെന്ത് എനിക്ക് കേക്ക് പറ്റുന്നല്ല. എനിക്ക് മധുരമൊക്കെ അല്ലേ? ആ എനിക്കും ഞാനങ്ങ് ചോറും കൊണ്ട് പോകുന്നില്ല. പെട്ടോണ്ട് പോയാനെ നാരങ്ങ എവിടെ ഇരിക്കുന്നത്? അച്ചാറ് പോകണം. നാരങ്ങ അവിടെ ഉപ്പ് വെച്ചിട്ടുണ്ട്. ഉപ്പി കഴുകി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നനഞ്ഞ കുപ്പിക്കകത്ത് നനഞ്ഞ സാധനം ഒന്നിട്ട് ഇളക്കുകയും ചെയ്യും. വെള്ളം ഒഴിക്കത്തൊന്നുമില്ല. മാങ്ങയ്ക്കകത്ത് മാത്രം ചിലപ്പോൾ അതെല്ലാവരും ഒഴിക്കും. പിന്നെ ഇറച്ചിയും മീനും എല്ലാം കൂടെ കഴിച്ച് ഓടിയൊന്നും ചെരുപ്പ് മാറാറായി. എന്തോ വേണ്ട. അവിടെ എൻ്റെ ഉമ്മ. അയ്യോ അവർക്ക് വലിയ വലിയ ഉമ്മയല്ലേ വേണ്ട. നമ്മുടെ ഉമ്മ തന്നെ പിന്നെ വിലയില്ല. അവിടെ ടവലതല്ല ഇങ്ങനെ ഇരിപ്പണിഞ്ഞിടത്തും തരാം. എല്ലാത്തിനും ഒരുപാട് പന്നെയാണ്. നാളെ വരത്തില്ലെന്ന് പറഞ്ഞേ. തെളിവ് വേണം. നാളെ വരുമോ ഇല്ലയോ? തെളിവിന് ആ നാളെ വരത്തില്ല. കേട്ടോ മിണ്ടുന്നില്ല. നാളെ ഇല്ല. അപ്പം ഇനി വരാൻ ഒരേ ഒരു സാധ്യത മാത്രമേ ഉള്ളൂ. അത് ഞാൻ പറയുന്നില്ല. എന്നാ ജയച്ചാച്ചനോട്ട് അടി വെക്കണം. നീ ഒന്ന് തിരക്കി നോക്കണം. ഞാൻ ആരോടെ തിരക്കെന്നറിയോ? ജയച്ചാച്ചനുമായിട്ടോ എന്തെങ്കിലും ഒരു എന്തെങ്കിലും കണ്ട ജയച്ചാച്ചനോട് മാത്രം തിരക്കരുത്. വേറെ ആരോട് തിരക്കിയാലും ഞങ്ങൾ ഒരു പ്രശ്നമില്ലെന്ന്. മനുഷ്യരായിട്ട് ജനിച്ചവരെ പോകുന്നില്ല. ദൈവങ്ങൾ തമ്മിൽ തന്നെ അടി വെക്കുന്നത്. പിന്നെ അങ്ങനെ തന്നെയാണ്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പമൊന്നുമില്ല. പിന്നെയാണോ ഈ മനുഷ്യൻ നിസ്സാരമായി മനുഷ്യൻ അതൊന്നും പ്രശ്നമൊന്നുമില്ല. അതെന്തെങ്കിലും കാര്യം ഇന്നലെ അങ്ങനത്തെ ശ്യാമ്പ ഒരു ഉമ്മ കൊടുക്കടി. നിനക്കൊരു ഉമ്മ തരുന്നില്ലെന്ന് ശ്യാമള. നാരായണിക്ക് കൊടുത്ത്. ആ അത് മതി. ഓ ചുമ്മാ കേട്ടോ കൊച്ചിനെ ഓർത്ത് നുണ പറയുന്നേ. നാളെ കാണണേ. പോണ്ട. ഇതിനകത്ത് പോലെയാണ്. കുളത്തിൽ വെള്ളം താന്നു ഇത്രയായി. കുറേ താന്ന്. വേറൊരാളാ. പിന്നെ ഇതല്ലേ ഉടുപ്പ്. ഉടുപ്പൊക്കെ ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ. വരും. കുറേ ദിവസം കഴിയും. ഒന്ന് ഓർഡർ ചെയ്തേ ഉള്ളൂ.
ആരാടി ആരാ ഇത് ഷെബി വയ്യ ഷെബി വയ്യ മതിയോ വയ്യ മതിയോ എനിക്കറിയത്തില്ല ആരൊക്കെ ശരി ആരാടി ഹായ് കലയല്ല മുട്ടായി കിട്ടിയപ്പോഴേ ഓടിയല്ലോ അവിടെ പോയി നിൽക്കുക